കാലിക്കറ്റ് സർവകലാശാലയിൽ ഈ അധ്യയന വർഷം മുതൽ ആരംഭിക്കുന്ന 4 വർഷ ബിരുദ പ്രോഗ്രാമിനെ കുറിച്ച് MES അസ്മാബി കോളേജിൽ അധ്യാപകർക്കും മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾക്കുമായി ഓറിയന്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു. ഭാവി കേരളത്തിനുള്ള നയരേഖയിൽ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥ എന്ന ആശയത്തിന്റെ ഭാഗമായി തൊഴിൽ, നൈപുണി, അഭിരുചി എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നതിനായി വിഭാവനം ചെയ്തിരിക്കുന്ന 4 വർഷ ബിരുദ പ്രോഗ്രാമിനെ കുറിച്ച് MES KVM കോളേജ് പ്രിൻസിപ്പലും കാലിക്കറ്റ് സർവകലാശാല 4 വർഷ ബിരുദ കമ്മിറ്റി ചെയർമാനുമായ ഡോക്ടർ KP വിനോദ് കുമാർ ക്ലാസ് നയിച്ചു. ഞാൻ പറഞ്ഞ സ്പെസിഫിക് 3 എന്നുള്ളത് 2+1 2+1 പ്രാക്ടിക്കലാണ്, 2+2 ഞാൻ പറഞ്ഞ ഡീറ്റെയിൽസ് കിട്ടും. വർക്ക്ലോഡിന്റെ കാൽക്കുലേഷൻ 2+1 പ്രാക്ടിക്കലാണ്, പ്രാക്ടിക്കൽ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഇനിയിപ്പോട്ട് ഈ റോബൊക്കെ 4 ആവും. അത് നിങ്ങൾ കൂട്ടേണ്ടി വരും. ഓരോ ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ വർക്ക്ലോഡ് എങ്ങനെ ഉണ്ടെന്ന് നോക്കണമെങ്കിൽ ഇത് വെച്ച് കൂട്ടണം. AEC2 അഡീഷണൽ ലാംഗ്വേജ് ആണ്. UGC മുന്നോട്ട് വയ്ക്കുന്ന ഭാഗത്തോ അവർ MIL കമ്മ്യൂണിക്കേഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. MIL കമ്മ്യൂണിക്കേഷനിൽ എൻവയോൺമെന്റൽ സ്റ്റഡീസും മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജസ് ആണ്. അറബിക്ക് കൊടുക്കില്ല. കൃത്യമായിട്ടുള്ള ബോധപൂർവ്വമാണ് നമ്മളത് ഒരു സ്ഥലത്തും നമ്മുടെ ഡ്രാഫ്റ്റിൽ MIL കമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ അഡീഷണൽ ലാംഗ്വേജിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് സെമസ്റ്ററിൽ ഒരു ഇംഗ്ലീഷ്, ഒരു അഡീഷണൽ ലാംഗ്വേജ്, സെക്കൻഡ് സെമസ്റ്ററിലും ഒരു ഇംഗ്ലീഷ്, ഒരു അഡീഷണൽ ലാംഗ്വേജ്, 4. പിന്നെ വരുന്നത് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സാണ്. MDC1 എന്ന് പറഞ്ഞാൽ സെയിം ഡിപ്പാർട്ട്മെന്റ് ഡിസൈൻ ചെയ്യുന്ന കോഴ്സ് ഉണ്ടാവും. പക്ഷെ കുട്ടി എടുക്കുന്നത് മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് കോഴ്സാണ്. ഇപ്പോഴത്തെ ഓപ്പൺ കോഴ്സ് ഉണ്ടാവും. അപ്പോൾ 2 ഓപ്പൺ കോഴ്സ് ഓപ്പറേറ്റ് ചെയ്യും, 1ാമത്തെ സെമസ്റ്ററിലും 2ാമത്തെ സെമസ്റ്ററിലും. MDC3 എന്ന് പറയുന്നത് KS എന്ന് കഴിഞ്ഞാൽ ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് കേരള സ്റ്റഡീസ് എന്നുള്ള സംവിധാനമാണ്. കേരള സ്റ്റഡീസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റീന മുഹമ്മദ്, മുൻ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ A ബിജു, കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് നവാസ് കാട്ടകത്ത്, ചെയർമാൻ ആസ്പിൻ അഷ്റഫ്, ട്രഷറർ മുഷ്താഖ് മൊയ്തീൻ, ഡോക്ടർ സനന്ത് സദാനന്ദൻ, പ്രൊഫസർ മുഹമ്മദ് അരീജ്, ക്യാപ്റ്റൻ MB ബിന്ദിൽ എന്നിവർ സംസാരിച്ചു. MES ഭാരവാഹികളായ PK മുഹമ്മദ് ഷമീർ, മുഹമ്മദ് ബാബു, മുജീബ് റഹ്മാൻ, RB മുഹമ്മദ് അലി, ജമാൽ, അബ്ദുള്ള ബാബു തുടങ്ങിയവരും അധ്യാപകരും സംബന്ധിച്ചു. 3 വർഷത്തെ ബിരുദം നിലവിലുള്ളതുപോലെയാണ്. പഠനം കഴിഞ്ഞാൽ ബിരുദം നേടി പുറത്തിറങ്ങാം. തൊഴിൽ അഭിരുചിയുള്ളവർക്ക് 3 വർഷത്തിന് ശേഷം 4ാം വർഷം ഓണേഴ്സിന് ചേരാം. അവർക്ക് വേണ്ട പ്രവൃത്തി പരിചയവും ഇക്കാലയളവിൽ ലഭിക്കും. ഗവേഷണത്തിൽ താല്പര്യമുള്ളവർക്ക് 3 വർഷത്തെ പഠനത്തിൽ 75% മാർക്കുണ്ടെങ്കിൽ ഓണേഴ്സ് വിത്ത് റിസർച്ചിന് ചേരാം. ഇവർക്ക് നേരിട്ട് PhDക്ക് ചേരാനും നെറ്റ് പരീക്ഷ എഴുതാനും സാധിക്കും. കേന്ദ്ര സർക്കാർ പദ്ധതിയിലുള്ള ഓരോ വർഷത്തെയും എക്സിറ്റ് കേരളത്തിൽ ബാധകമല്ല. സിംഗിൾ മേജർ വിത്ത് മൈനർ, ഇന്റർ ഡിസിപ്ലിൻ, ഡബിൾ മേജർ വിത്ത് മൾട്ടിപ്പിൾ മൈനർ ഡിസിപ്ലിൻ എന്നിങ്ങനെ 5 പാത്വേകൾ ഓരോ കോളേജിലും ഉണ്ടാകും. ഇത് ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാം.